നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ തലമുതിർന്ന CPM നേതാക്കളെല്ലാം തന്നെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയും പിന്നീട് SFIയിലൂടെയും ഒക്കെ കടന്നു വന്നവരാണ്. ഇവരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നല്ല പൊതുപ്രവർത്തനം കാഴ്ചവെച്ചിരുന്നവരും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ SFIയുടെ അവസ്ഥ എന്താണ്? ഒരു കാലത്ത് നേതാക്കന്മാരായി SFIയുടെ തന്നെ നേതാക്കന്മാരായി രാഷ്ട്രീയ രംഗത്ത് കളം പിടിച്ച് വന്നവരെല്ലാം തന്നെ ഇപ്പോൾ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത വിധം ക്രിമിനൽ സംഘങ്ങളുടെ ഒരു കൂത്തരങ്ങായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ SFI എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടുത്ത കാലത്തെല്ലാം നമ്മൾ SFIയെ കുറിച്ച് കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ അക്രമവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അല്ലാതെ നല്ലൊരു വാർത്ത ക്യാമ്പസുകളിൽ നിന്ന് SFIയെ സംബന്ധിച്ച് കേൾക്കാനേ ഇല്ല. ഇടിമുറികളും അതുപോലെ തന്നെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവും ഒക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇടിമുറികൾ സ്ഥാപിക്കുകയും അവിടെ മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത SFIയുടെ കാലത്തും പലവട്ടം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ കുട്ടി സഖാക്കന്മാരൊന്നും തിരുത്താൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ കുട്ടി സഖാക്കന്മാരെ തിരുത്തിക്കാൻ മുതിർന്ന സഖാക്കന്മാരും തയ്യാറായിട്ടില്ല. കാരണം രാഷ്ട്രീയ രംഗത്ത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, രാഷ്ട്രീയ രംഗത്ത് അവർക്ക്, അതായത് മുതിർന്ന നേതാക്കന്മാർക്ക് ചുടുചോറ് വാരാനുള്ള, അവരുടെ ആ ഒരു നിലനിർത്താൻ, അവരുടെ ജീവിതം നിലനിർത്താനുള്ള ചട്ടുകങ്ങളായി പലപ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിലെ കുട്ടികൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞതാണ്. ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ കൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള സമരങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന CPMന് തന്നെ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. എപ്പോഴും അക്രമ വാർത്തകൾ മാത്രം കേൾക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അക്രമം പുത്തരിയല്ല. എങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഇത് പറഞ്ഞ് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ക്യാമ്പസുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നുമുണ്ട്, അതൊക്കെ പ്രശ്നങ്ങളായി മാറുന്നുമുണ്ട്. നമുക്കറിയാം, ഗുരുദേവ കോളേജിലെ, കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ ഇപ്പോഴുണ്ടായ വിവാദം, പ്രിൻസിപ്പലിനെ കോളേജിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പല വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് SFI. SFIയും KSUവും അതുപോലെ തന്നെ ABVPയും ഒക്കെയാണ് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളായി ക്യാമ്പസുകളിലുള്ളത്. ABVP ഒക്കെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അധ്യാപകനെയാണ് നിയമിക്കുന്നത്. എന്നാൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്, സംസ്ഥാന സെക്രട്ടറി ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അവരുടെയൊക്കെ ഒരു ചരിത്രം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് ക്യാമ്പസുകളിൽ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം കേരളത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെ മത്സരിച്ച CPM അടിപതറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. CPMന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും ഒഴുകിപ്പോയ അവസ്ഥയിലെത്തി. അതിൽ ഒരു ഘടകമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് SFIയുടെ അക്രമവും പൂക്കോട് വെറ്ററിനറി കോളേജിലെ സർവകലാശാലയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന വിലയിരുത്തൽ CPMനുണ്ട്. അതിന് പിന്നാലെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ വീണ്ടും ഇടിമുറികളും വീണ്ടും അതുപോലെ തന്നെ സജീവമാകുന്നു. ഒപ്പം കോളേജിലെ പ്രിൻസിപ്പൽമാർക്ക് കോളേജ് ക്യാമ്പസുകളിലേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFIയെ മൂക്കേറിടാനുള്ള ശ്രമം ഇപ്പോൾ CPM നേതാക്കന്മാർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM നേതാക്കൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഏതൊരു സംഘടനയും, അതായത് CPM ആണെങ്കിലും DYFI ആണെങ്കിലും അതുപോലെ തന്നെ SFI ആണെങ്കിലും ഒക്കെ ഇത്രയധികം അക്രമവാസനകളിലേക്ക് തിരിഞ്ഞു. ഒരു പക്ഷേ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയും അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയതിനു ശേഷമാണ്. പിണറായി വിജയൻ ഇവരെ ആരെയും നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ തന്നെ ഈ ഗുണ്ടായുസത്തെ പണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു നിലപാടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പലപ്പോഴും വരികയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നവകേരള സദസ്സിനെതിരെ പ്രതികരിച്ച നേതാക്കന്മാരെ അടിച്ചൊതുക്കുകയും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, കേരളത്തിൽ CPMനെ കൊണ്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് SFIയെ കൊണ്ട് ക്യാമ്പസുകളിൽ കുട്ടികൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല. പല ക്യാമ്പസുകളിലും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴ്സുകൾ തന്നെ നിർത്തിപ്പോയിട്ടുണ്ട് എന്നാണ്. ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന കാരണം കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ പഠനത്തിനായി പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ SFI വലിയ ബാധ്യതയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIയെ മൂക്കുകയറിടാൻ പിണറായി വിജയൻ ശ്രമം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആർഷോയെ പോലുള്ളവരൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് അതിന് മൂക്കേറിടുക എന്ന കാര്യം വ്യക്തതയല്ല. മാത്രമല്ല, ഇത്രയും കാലം അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കരുത് അല്ലെങ്കിൽ അക്രമം ചെയ്യരുത് എന്ന് ഏത് നേതാക്കന്മാർക്കാണ് SFIക്കാരോട് പറയാൻ കഴിയുക എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാവുകയാണ്.